ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. യേശു കുരിശുമ കടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടോ. കൊല്ലം സുജിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ എന്നെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ സായിക്ക് വേണ്ടിയാണ്. സായി എന്ന് പറയുന്ന യൂട്യൂബർ പിന്നെ യൂട്യൂബിന്റെ കിങ് ആണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി കാണിച്ചു കൂട്ടിയ പല കാര്യങ്ങളും മുമ്പ് പ്രതികരിച്ചിട്ടുള്ളതാണ്. ബിഗ് ബോസിൽ പോയി നന്മമരം കാട്ടിയ ഈ സായി, ബിഗ് ബോസിൽ പോയി പല പേരിലൂടെ അറിയപ്പെട്ട സായി, അച്ഛനോട് സ്നേഹം മൂത്ത് എന്താ പറയുക, അവിടെ പോയി അച്ഛനെ കാണാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഈ സായി ഒടുവിൽ അച്ഛനോടൊക്കെ ഇഷ്ടപ്പെട്ട് വന്നു കേട്ടോ. ഈ സായി ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ ബൈറ്റില് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ, ഇവൻ ഈ പറയുന്ന ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അത് മാത്രവുമല്ല, ഞാൻ ഈ ബിഷപ്പിനെ വിളിച്ചിരുന്നു. ബിഷപ്പിനെ വിളിച്ച സമയത്ത് ബിഷപ്പ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളും ഉണ്ട്, ഞാനിത് വെക്കാം. അത് മാത്രമല്ല, ഇവന്റെ ഇന്റർവ്യൂവിന്റെ താഴെ പോയി ബിഷപ്പ് ഒരു കമന്റ് വിട്ടിട്ടുണ്ട്. കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ ബിഷപ്പിനെ വിളിക്കുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതും. അപ്പം ബിഷപ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, എന്തായാലും ഇവൻ പറഞ്ഞ കാര്യം എന്തെന്ന് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇവൻ ഭയങ്കര സംഭവം കേട്ടോ. ഏതുമാതിരിയാ ബിഷപ്പൊക്കെ അയാളൊക്കെ ചാട്ടോണ്ട് അടിക്കണം. യേശു കുരിശുമ കടന്നുകൊണ്ടാ, ഇല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാളെ മൂന്നടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. ബിഷപ്പിനെ ചാട്ട കൊണ്ടടിക്കണം, അതായത് അങ്ങനെ ചാട്ട കൊണ്ടടിക്കണമെന്ന്. പിന്നെ അത് മാത്രമല്ല, യേശു ക്രിസ്തു ക്രൂശി കിടക്കുന്നുണ്ടാണെന്ന്. ഇതുവരെ യേശു ക്രിസ്തു ക്രൂശിന്ന് ഇറങ്ങിയിട്ടില്ലടാ. നീ എന്താ പറയുന്നത്? നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്താ ഈ കടന്ന് വ്യാഖ്യാനിക്കുന്നത്? നീ ഒരു മതത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്? അത് മാത്രമല്ല, ഇവിടെ ഒരു പുരോഹിതനെ അധിക്ഷേപിക്കുകയല്ലേ നീ ഇവിടെ ചെയ്യുന്നത്? നിനക്ക് എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന് പറയാൻ? അവിടെ അദ്ദേഹം പറഞ്ഞ തെറ്റെന്താണ്? കിച്ചുവിനെ കുറിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്? കിച്ചു വന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച വിഷയങ്ങൾ ഇനിയും ഇവിടെ വന്ന് ഉണ്ടാക്കരുതേ എന്ന് പറയുകയും, എന്റെ പറമ്പാണിത്, ഇവിടെ വന്ന് എന്തെങ്കിലും വിഷയമുണ്ടാക്കിയാൽ അത് എന്നെയും ബാധിക്കും, ഈ പറമ്പിനെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ വിഷയം എന്തെന്നുള്ളത് കിച്ചുവിന് നന്നായിട്ട് അറിയാം. ഇത് ഈ രേണുവിന്റെ വീട്ടുകാർക്കറിയാം, ഈ പറയുന്ന ഫാദറിനറിയാം, ആ നാട്ടിലുള്ളവർക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പൊ ഒരു കുന്തവും അറിയാതെ നീ വന്നിട്ടിരുന്ന് മറ്റുള്ളവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ബിഷപ്പിനെ കുറിച്ച് ഓരോരുത്തർ വീഡിയോ ചെയ്തു, വളരെ മോശമായിട്ട് ചെയ്തവരുണ്ട്. അവരാരും ഇതുപോലെ ചാട്ടവാറിന് അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മാന്യമായിട്ട് പ്രതികരിച്ചവരുണ്ട്. ബിഷപ്പ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ആ ചെറുക്കനെ എന്തിനാണ് വലിച്ചുകീറ ഇട്ട് കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്ന മാന്യമായിട്ട് ബിഷപ്പിനെതിരെ പ്രതികരിച്ചവരുണ്ട്. അങ്ങനെയല്ലല്ലോ നീ ഇവിടെ ചെയ്തത്. നീ ഇവിടെ ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, യേശു കുരിശിൽ കിടക്കുന്നത് കൊണ്ടാണ് ചാട്ടവാറ് കൊണ്ട് അടിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഒരു പുരോഹിതനെ അധിക്ഷേപിക്കുകയാണ്. നീ ഒരു മതത്തെയാണ് അധിക്ഷേപിക്കുന്നത്. നീ മറ്റുള്ള പുരോഹിതന്മാരെ, മറ്റ് ഇതര മതത്തിലുള്ള പുരോഹിതന്മാർക്കെതിരെ നീ ഇങ്ങനെ പറയുമോ? പറയത്തില്ലല്ലോ. നീ ഇപ്പൊ വലിയ ഏതാണ്ട് ഇപ്പൊ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ പറയുന്ന ഈ ഒരു കാര്യം, നിനക്ക് കിച്ചു എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു കാര്യം പോലും നിനക്ക് അറിയാതിരിക്കെ നീ ഇവിടെ വന്നിരുന്ന് ഈ മനുഷ്യനെ, ഈ പറയുന്ന ബിഷപ്പിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനോട് എന്റെ പൊന്നു മോനെ യോജിപ്പില്ല. നീ എന്തോ വലിയ മറ്റേ യൂട്യൂബിലെ വലിയ കുണാണ്ടറൊക്കെ ആയിരിക്കാം, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ മക്കളെ. ബാക്കി പൊളിച്ചിട്ടുണ്ടാവും. അയാൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അയാൾ ബിഷപ്പാണോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഇതിനിടയിൽ കിടന്നിട്ട് മൂപ്പരൊക്കെ എന്തൊക്കെയോ പിച്ചു. അയാൾ മറ്റേത് മാതിരിയാ. അദ്ദേഹം ബിഷപ്പാണോന്ന് നീ പോയൊന്ന് തിരക്കി നോക്ക്. അതല്ലേ നീ ചെയ്യേണ്ടത്. ഇവിടെ നിന്റെ അടുത്ത് മീഡിയക്കാർ വന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ നീ വാ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലയോ? ഇതേപോലെ തന്നെ ബിഷപ്പിന്റെ മുമ്പിൽ മീഡിയക്കാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ആർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റത്തില്ലേ? നീ ചെയ്യുന്നതും അതേ ജോലിയല്ലേ, ഞാൻ ചെയ്യുന്നതും അതേ ജോലിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് കിച്ചുവിനും അറിയാം, കിച്ചുവിന്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടിലുള്ളവർക്കും അറിയാം, പിന്നെ ഈ ബിഷപ്പിനും കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അല്ലാതെ കിച്ചുവിന്റെ കയ്യിൽ നിന്ന് വസ്തു മേടിച്ചെടുത്തിട്ട് രേണുവിന് കൊടുക്കുന്ന കാര്യമൊന്നും അല്ല അവിടെ. നിങ്ങൾ അതിനെ അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? കിച്ചുവിന് ആരോരും ഇല്ലാതെ ഇരുന്നപ്പോ ഒരു കൈത്താങ്ങ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ ബിഷപ്പ്. അല്ലാതെ നീയൊന്നും അല്ല. അന്നൊന്നും നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. കണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് അന്ന് അവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് അതൊക്കെ സത്യങ്ങൾ വരുന്ന സമയത്ത് നീയൊക്കെ മനസ്സിലാക്കും. ഓക്കെ, ബാക്കി മറ്റേത് മാതിരിയാ. അമ്പി അന്യൻ റമോ ക്യാമറ കണ്ടപ്പോഴത്തേക്കും മുമ്പിൽ എല്ലാ ഭാവം എടുത്ത് പുറത്തിട്ടുണ്ട്. ഒരു വട്ടം പറയും ഇല്ല എല്ലാവരും സഹായിക്കണം, ഇപ്പുറത്ത് പറയില്ല കിച്ചു നിന്നെ ഞാൻ കാണിച്ചു തരണം. അച്ഛനും ലൈക്ക് അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം തീർക്കാണോ നോക്കണ്ടേ? അവരെ തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യണ്ടേ? അതാണ്
ആ ബിഷപ്പൊക്കെ പിന്നെ മകനും അമ്മയും തമ്മിലുള്ള വിഷയം തമ്മിലടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ പറഞ്ഞു തീർക്കുകയാണോ ചെയ്യേണ്ടതെന്നാണ് ഇവൻ പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ബിഷപ്പ് ഒരു താക്കീത് പോലെയാണ് അവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതെന്തെന്നുള്ളത് അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഒരു വീഡിയോ പോലും ഈ കാര്യത്തെക്കുറിച്ച് ചെയ്യാത്തത്. അത് നീ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ കിച്ചു വന്ന് വീഡിയോ ചെയ്തേനല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവൻ ആ കാര്യം എന്തെന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യം വന്ന് പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ അന്നത്തെ ആ സമയത്ത് മീഡിയക്കാർ വന്ന് ചോദിച്ചു, ബിഷപ്പ് പറഞ്ഞു. പിന്നെ നിന്നോട് ഇപ്പൊ വന്ന് ഈ ചോദിച്ചപ്പോഴും നീ ഉത്തരം പറയുന്നില്ലേ? ഇത് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. മനസ്സിലാവുകയോ? അല്ല പിന്നെ നീ വന്നിട്ട് വലിയ എന്തോ അദ്ദേഹത്തെ അടിക്കണം, ചാട്ടവാർ കൊണ്ട് അടിക്കണം. ഒരു ഒരു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 13ാമത് ആംഗ്ലിക്കൻ സഭയുടെ പരമോന്നത ബിഷപ്പാണ്. മനസ്സിലാവുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കീഴിൽ സഭകളുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ അച്ഛന്മാരുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിലാണെങ്കിൽ നിരവധി വിശ്വാസികളുണ്ട്. അദ്ദേഹത്തെയാണ് നീ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് പറയുന്നത്. എടാ, തെറ്റ് ചെയ്ത സമയത്ത്, ഇപ്പൊ രേണു തെറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ രേണുവിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു. മനസ്സിലായോ? ഇപ്പം ഈ പറയുന്ന കിച്ചുവിനെ എന്ത് പറയുക, അങ്ങ് അടിച്ച് താഴെ ഇട്ടതല്ല. കിച്ചു എന്താണ് അന്ന് അവിടെ എന്തായാലും അന്ന് എന്താണോ സംഭവിച്ചത് അത് മീഡിയക്കാർ ചോദിച്ച സമയത്താണ് ഈ ബിഷപ്പ് അത് പറഞ്ഞത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ബിഷപ്പ് ഈ ഒരു വീഡിയോയുടെ താഴെ പോയി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: നമസ്കാരം സായി, നിങ്ങളുടെ അഭിപ്രായം ഞാൻ കണ്ടു. മറുപടി പറയാൻ എന്റെ സഭ്യത എന്നെ അനുവദിക്കുന്നില്ല. താങ്കളുടെ സംശയം നീക്കാൻ ഞാൻ ആരുമല്ല. ദൈവം താങ്കളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു കമന്റ് ഇട്ടത്. ഈ കമന്റ് എന്റെ ശ്രദ്ധയപ്പെടുകയും ഞാൻ ഈ പറയുന്ന ബിഷപ്പിനെ വിളിക്കുകയും ബിഷപ്പ് എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂടെ വെക്കാം. എന്തായാലും അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഈ പറയുന്ന സായിക്കുള്ള മറുപടി ആ ഒരു വോയിസിൽ ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നേ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എന്റെ അടുത്തേക്ക് വരാൻ പറ, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നു കൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുധിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുധിയുടെ കുടുംബത്തിനും കൊല്ലം സുധിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. യാതൊരു സംശയമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില വ്ളോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചില വ്ളോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചേ ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്?
ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകള് തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാള് ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും, വിലയിരുത്തും. വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാള് പിന്നെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ, എന്റെ വായി കമ്പിട്ട് കുത്താൻ വരണ്ട. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ പറയേണ്ട കാര്യം, എന്റെ കൺമുമ്പിൽ കണ്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എനിക്കൊരു ഭയവുമില്ല. ഞാൻ ആരെയും പേടിക്കത്തില്ല. ബിഷപ്പാന്നും പറഞ്ഞു വായെടുത്ത് സംസാരിക്കരുത്, എന്നെ വായടപ്പിക്കാൻ നോക്കുകയാണോ? നെവർ. പറയേണ്ട കാര്യം ഞാൻ ഓക്കെ, പറഞ്ഞിരിക്കും. ഇവിടെ ഇദ്ദേഹത്തെ കൊണ്ട് വാതുറപ്പിച്ചത് കിച്ചു തന്നെയാണ്. അവൻ കാരണം ആ വീട്ടിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അവൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം, ആ വീട്ടുകാർക്കറിയാം, പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ചുമ്മാ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങോട്ട് ഇതാക്കുക, അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ടടിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്താണ്? അഥവാ ഓക്കെ, കിച്ചുവിന് ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക തെറ്റാണ്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തേ, നിങ്ങൾ പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വീഡിയോ ഇടിയിക്കേ, അല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അത് അതാണ് നിങ്ങൾ ചെയ്യിക്കേണ്ടത്. അല്ലാതെ പിന്നെ ഇദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം, പിന്നെ എന്ത് പറയുന്നത്, യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ അടിക്കാത്തതെന്നൊക്കെ പറയുന്നത് എന്താണ്? നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ ഈ പറയുന്ന യേശുക്രിസ്തു ഇപ്പോഴും ക്രൂശിലാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുവാ ഇത്? നിനക്ക് വായി തോന്നുന്നത് ഇങ്ങനെ അങ്ങ് വെച്ചങ്ങ് കാച്ചു കാണോ? നീ ഇതൊന്നും പറയണ്ടായിരുന്നു, വിമർശിക്കായിരുന്നു. അത് എന്താണ് ഈ പറഞ്ഞത്, ഇപ്പൊ ഈ കിച്ചുവിനെ വലിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന രീതിയിലൊക്കെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാന്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അങ്ങനെ പല യൂട്യൂബർമാരും മാന്യമായിട്ട് പ്രതികരിച്ചവരുണ്ട്, അല്ലാതെ അവരുടെ എന്ത് പറയുക ചാറ്റുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ പ്രതികരിച്ചവരുണ്ട്. പക്ഷെ ഇത് ഇത്തിരി അതിക്രമിച്ചു പോയി. കാരണം നീ ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്ന രീതിയിലൊക്കെ പറയുമ്പോഴേ അതെന്തുവാ അത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അഭിപ്രായം പറയണ്ടേ? അദ്ദേഹം ഒരു ബിഷപ്പാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പറമ്പിൽ നടന്ന കാര്യങ്ങൾ അത് പറയാതിരിക്കണോ? അദ്ദേഹം വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് കിച്ചുവിന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ കിച്ചു വീഡിയോയുമായിട്ട് വരണമായിരുന്നല്ലോ. ഇത്രയും ദിവസമായിട്ട് അവരെന്തുകൊണ്ട് വന്നില്ല? അവൻ എന്തുകൊണ്ട് വന്നില്ല? ഓക്കെ, എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പിന്നെ പലരും അവിടെ ഇവിടെ നിന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്, പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പലരും ഇതൊക്കെ തിരക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള മറുപടി അടുത്ത സമയത്തായിട്ട് പുറത്ത് വിടുന്നതായിരിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. പിന്നെ ഇപ്പൊ ഞാൻ കടകം പറഞ്ഞു, ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പേരൊക്കെ പറയുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും സത്യത്തിന്റെ കൂടെ തന്നെയാണ്. അന്ന് രേണു കാണിച്ചതൊക്കെ എനിക്ക് എന്തുവന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ അന്നത് തെറ്റെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് ഈ പറയുന്ന രേണുവിന്റെ രോഗം വെച്ച് രേണുവിന് രോഗമില്ല, മരുന്നിന് ഇത്രയും പൈസ ആകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. പിന്നെ കിച്ചുവിന്റെ പല കാര്യങ്ങളും ഞാൻ പുറത്ത് പറഞ്ഞ സമയത്ത് ഓരോരുത്തർ വന്നിട്ട് എന്തോ വെല്ലുവിളിയാണ്, ആ വെല്ലുവിളിക്കുന്ന തള്ളക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.